നിങ്ങൾ ഒരു നിമിഷം ശാന്തമായി മനസ്സ് തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ യേശുവിൻ്റെ ടച്ച്, യേശുവിൻ്റെ ടച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യപിതാവേ, ഈ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. അവർ വലങ്കരങ്ങളെ കൊടുത്ത് ഉപയോഗസമ്മതം ചെയ്ത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്ന ഈ സമയത്ത് അവിടുത്തെ അദൃശ്യകരം ഈ കുഞ്ഞുങ്ങളുടെ മേൽ വയ്ക്കണമേ. അവർ ഒന്നിച്ച് പണിയാൻ തുടങ്ങുന്ന ഈ കുടുംബത്തെ അവിടുന്ന് ആശീർവദിക്കണമേ. അവരുടെ വിസലെടുക്കുന്ന ഉപയോഗസമ്മതം മരണം വരെ വിശ്വസ്തയോട് പാലിപ്പാൻ പ്രത്യേക കൃപയും ആശീർവാദവും നൽകണമേ. അവിടുത്തെ തൃക്കരത്തിൽ ഈ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ. നിങ്ങൾ പരസ്പരം വലങ്കര കൊടുത്താട്ട് രണ്ടുപേരും പരസ്പരം. ആദിയിൽ ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന ആദാം ഹവ്വമാരെ സംയോജിപ്പിച്ച പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സംയോജിപ്പിക്കുന്നു. ദൈവത്താൽ നിങ്ങൾ സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുമാനാകട്ടെ. ജാൻസി കെ ജോസാനെ ഇപ്പോൾ മുതൽ എൻ്റെ ഭാര്യയെ സ്വീകരിച്ചു കൊള്ളുന്നു. മരണം നമ്മെ വേർപിരിക്കും വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും രോഗത്തിലും ആരോഗ്യത്തിലും എൻ്റെ ദൈവം തരുന്ന എല്ലാ ജീവിത സാഹചര്യത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും പോറ്റി പുലർത്തുകയും ചെയ്തുകൊണ്ട് ദൈവവചനപ്രകാരം ഉത്തമനായ ഒരു ഭർത്താവിൻ്റെ കടപ്പാടുകൾ നിർവഹിച്ച് നിന്നോട് വിശ്വസ്തയോടുകൂടെ ചേർന്നിരുന്നു കൊള്ളാമെന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൂടി വരുന്ന സഭയെയും ശ്രേഷ്ഠ ദൂതന്മാരെ സാക്ഷിയാക്കി ഞാൻ നിന്നോട് ഉഭയസമ്മതം ചെയ്തുകൊള്ളുന്നു. ഹല്ലേലൂയ. പ്രിയ മകനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ജാൻസി കെ ജോസാകുന്ന ഞാൻ റിജു വർഗീസാകുന്ന അങ്ങയെ ഇപ്പോൾ മുതൽ എൻ്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളുന്നു. മരണം നമ്മെ വേർപിരിക്കും വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും രോഗത്തിലും ആരോഗ്യത്തിലും എൻ്റെ ദൈവം നൽകിത്തരുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും കീഴ്പ്പെടുകയും ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്നു. ദൈവവചനപ്രകാരം ഉത്തമയായ ഭാര്യയുടെ കടപ്പാടുകൾ വിശ്വസ്തയോടെ നിർവഹിച്ച് അങ്ങയോട് ചേർന്നിരുന്നു കൊള്ളാമെന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൂടി വന്ന സഭയെ ശ്രേഷ്ഠദൂതന്മാരെ സാക്ഷിയാക്കി ഞാൻ അങ്ങയോട് ഉഭയസമ്മതം ചെയ്യുന്നു. Sachi
ജാൻസിയും പരസ്പരം വലകര കൊടുത്ത് ഉഭയസമ്മതം ചെയ്തു. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ അതിപ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ വിവാഹമോചനം സംബന്ധിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനെ പരീക്ഷിച്ച് പരീക്ഷന്മാർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി യേശു കർത്താവ് പറഞ്ഞ ഭാഗമാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത്. പരീക്ഷന്മാർ അവൻ്റെ അടുക്കൽ വന്നു ഏത് കാരണം ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ആ നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നല്ല ചെയ്തുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. അവനെ അറിയിച്ചു. ജാൻസിനോട് നിങ്ങളിവിടെ കർത്തദാസന്മാർ ഇത്രയും പേരുടെ സാന്നിധ്യമുണ്ട്, ഇത്രയും ആളുകളുടെ സാന്നിധ്യമുണ്ട്. ഞാനാണ് നിങ്ങളെ തമ്മിൽ യോജിപ്പിക്കാൻ ദൈവ ശുശ്രൂഷ ഏൽപ്പിച്ചുള്ള മുഖാന്തരമായത്. പക്ഷേ വേദോസ്തവം പറയുന്നു ദൈവമാണ് നിങ്ങളെ യോജിപ്പിച്ചത്. ദൈവം നിങ്ങളെ യോജിപ്പിച്ചുവെങ്കിൽ ഈ ബന്ധം മരണം വരെ നിലനിൽക്കേണ്ടതാണ്. മനസ്സിലായത്? മരണത്താലല്ലാതെ ബന്ധത്തിൽ നിന്ന് മാറിയിരിപ്പാൻ വേദപുസ്തകം നിങ്ങളെ അനുവദിക്കുന്നില്ല. ദൈവം നിങ്ങളെ അനുവദിക്കുന്നില്ല. ദൈവം നിങ്ങളെ വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും കാലത്ത് നിങ്ങളിൽ ഒരാൾ മരണം വഴിയായി ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നിടം വരെ വിശ്വസ്തയോടുകൂടി ഈ ബന്ധം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഒന്നിച്ച് പാർക്കണം, ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കണം, ദൈവസനം മുടങ്ങാൻ മടക്കണം. നിങ്ങൾ രണ്ടുപേരും മാത്രമാകരുത്. മുപ്പിരിച്ചൻ്റെ വേഗത്തിൽ അറ്റുപോകുകയില്ല. നിങ്ങളോടുകൂടെ സ്നേഹവാനായ കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് നിങ്ങൾ പ്രാപിക്കണം. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. കൈവിടാത്ത കർത്താവ്, നിങ്ങളെ ഉപേക്ഷിക്കാത്ത കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നാളും നിങ്ങളോട് കൂടിയിരുന്ന് സഹായിപ്പാൻ മതിയായവനാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളെപ്പോഴും ആശ്രയിക്കണം. നിങ്ങളുടെ സ്വന്തം ബലത്തിൽ ഊന്നരുത്. ദൈവമാണ് സകലത്തിന് സകലമെന്ന് വിശ്വസിച്ച് കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളെ താണിരുന്ന് സ്വർഗത്തിലേക്ക് നോക്കി ഓരോ ദിവസവും പുതിയ കൃപകൾ പ്രാപിച്ച് നല്ല കുടുംബജീവിതം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളെ പരസ്പരം ദൈവം ഒന്നാക്കി തീർത്തപ്പോൾ ഇനി നിങ്ങൾ പ്രത്യേകിച്ച് വചനം വായിച്ചു കേട്ടതിൽ മേലാൽ നിങ്ങൾ രണ്ടല്ല. വായിച്ച് ശ്രദ്ധിച്ചല്ലോ, മേലാൽ നിങ്ങൾ രണ്ടല്ല. ഇതുവരെ രണ്ട് കുടുംബത്തിൽ രണ്ട് സാഹചര്യത്തിൽ വളർന്നവരാണ്. ഇപ്പം മുതൽ നിങ്ങൾ ഒന്നായി കഴിഞ്ഞു. ദൈവം നിങ്ങളെ യോജിപ്പിച്ചു. ദൈവകൃപയിൽ ആശ്രയിച്ച് നിങ്ങൾ ഒന്നിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക. കർത്താവേ, പിതാവേ, ഈ കുഞ്ഞുങ്ങളെ അവിടുത്തെ തൃക്കരത്തിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഒന്നിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദിവസന്നിധിയിൽ പരസ്പരം വലങ്കരം കൊടുത്ത് ഉഭയസമ്മതം ചെയ്ത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ പകൽ അനുവദിച്ചതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളോട് ഓർത്തതുപോലെ ഉത്തമമായൊരു കുടുംബജീവിതം ചെയ്യാൻ, അനേകർക്ക് മാതൃകയുള്ളൊരു കുടുംബജീവിതം ചെയ്യാൻ അവരിരുവരും ഇരു ഭവനങ്ങൾക്കും ദേശങ്ങൾക്കും ദൈവസഭകൾക്കും അവരുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ കർത്താവെ അവിടുത്തെ കരം വെച്ച് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബജീവിതത്തിലെ ഭർത്താവിന് പാലിക്കാനുള്ള എല്ലാ കടപ്പാടുകളും പാലിപ്പാൻ ഈ മകനെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ. അവിടുത്തെ അദൃശ്യകരം ഈ നിമിഷം വയ്ക്കണമേ. ശരീരമേട്ടവനെ ബലപ്പെടുത്തണമേ. ആത്മീയമായ ശക്തിയിരിക്കണമേ. കൃപയുടെ വ്യാപാരം ദൈവനിമിഷം പകർന്ന് ആശീർവദിക്കണമേ. കർത്താവേ, ഒരു ഭാര്യ കുടുംബജീവിതത്തിൽ നിറവേറ്റേണ്ട എല്ലാ കടപ്പാടുകളും നിർവഹിപ്പാൻ ഈ മകളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ കയ്യോടെ മേൽ ഇറങ്ങി വരണമേ. ശാശ്വത പൂജ്യത്തിൽ വഹിക്കണമേ. ശരീരാത്മരഹിയോട് ബലപ്പെടുത്തണമേ. അവരൊന്നിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗൃഹം പണിയട്ടെ. തിരുമേനി എൻ്റെ മധ്യസ്ഥനായിരിക്കണമേ. തിരുമേനി എൻ്റെ സാക്ഷിയായിരിക്കണമേ. തിരുമേനി കുഞ്ഞുങ്ങളോട് കൂടെ ഇരുന്ന് അവരെ ആശീർവദിക്കണമേ. ശാരീരികമായിട്ട് അവരെ ബലപ്പെടുത്തണം. ആത്മീയ സന്തോഷം കൊണ്ടും അനുഗ്രഹം കൊണ്ടും അവരെ നിറയ്ക്കണം. ഭൗതിക നന്മകൾ അവർക്ക് നൽകണം. ഒന്നിനും മുട്ടില്ലാതെ ദൈവത്തെ സേവിപ്പാനും അവരെ കർത്താവ് സഹായിക്കേണ്ടതിന് അവിടുത്തെ ബലമുള്ള തൃക്കരത്തിൽ ഞങ്ങൾ ഫലമേൽപ്പിച്ച് നന്ദി സ്തോത്രം അർപ്പിച്ച കരങ്ങൾ തരികയാണ്.
കർത്താവ് കൈയേറ്റിരിക്കുകയാണ്. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവങ്ങൾക്ക് എല്ലാവർക്കും ഒരു നിമിഷം കൂടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. റിച്ചു വർഗീസ് എന്ന യുവാവും ജാൻസി കെ ജോസ് എന്ന യുവതിയും തമ്മിൽ ദൈവസന്നിധിയിൽ വലങ്കരം കൊടുത്ത് പരസ്പരം ഉഭയസമ്മതം ചെയ്ത് കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുതൽ ഭർത്താവും ഭാര്യയുമാണെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ പ്രസിദ്ധം ചെയ്തുകൊള്ളുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. എല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് മുൻപോട്ട് പോകാൻ ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവിൻ്റെ തിരുനാമം നിങ്ങളിലൂടെ മഹത്വപ്പെടുമാറാകട്ടെ. കരങ്ങൾ വിടാം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവരും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിത സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ കുടുംബം കൂടെ ഈ ഭൂമിയിൽ പിറക്കുവാൻ സ്വർഗം ഇന്ന് അവസരം നൽകിയത് കൊണ്ട് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിങ്ങൾ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അവിടുത്തെ വചനമാകിയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ അഭിഷക്തദാസന്മാരാകുന്ന ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ദിവ്യമായ അനുഗ്രഹം ഇവരുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രിയ മകന് ഒരു ഉത്തമനായ ഭർത്താവിൻ്റെ എല്ലാ കൃപകളും നൽകി ദൈവം അവനെ അനുഗ്രഹിക്കണമേ. ഈ പ്രിയ മകൾക്ക് ഒരു ഉത്തമനായ ഭാര്യയുടെ എല്ലാ കടപ്പാടുകളും ചെയ്യുവാൻ ആവശ്യമുള്ള ദൈവകൃപ നൽകി ഇവളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ഇവർ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ. ഈ ഭൂമിയിൽ ലഭിക്കേണ്ട സർവ്വവിധമായ ഭൗതിക നന്മകളാലും ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ. ഇവരുടെ മാതാപിതാക്കൾക്ക് ഇവർ അനുഗ്രഹമായി
തീരുവാൻ ഇടയാകണമേ. ഇവർ കൂടുന്ന സഭകൾക്ക്, ഇവർ ചെന്നെത്തുന്ന എല്ലാ ഇടങ്ങൾക്കും ഇവർ അനുഗ്രഹമായി തീരുവാൻ ഇടയാകണമേ. ഇവർ ആയിരിക്കുന്ന സമൂഹത്തിന് മാതൃകയുള്ള ഒരു നല്ല ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇവരുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വരവിന് താമസമെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ഈ കുഞ്ഞുങ്ങൾക്ക് സ്വർഗം ദൈവം നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവം ഇവരെ അനുഗ്രഹിക്കണമേ. അബ്രഹാം, സാറ, ഇസ്ഹാക്ക്, റിബേക്ക, യാക്കോബ്, റാഹേൽ, ബോവസ്, രൂത്ത്, അക്കുല, പ്രിസ്കില്ല, ഈ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളെ അനുഗ്രഹിച്ച ദൈവം ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ അഭിഷക്തദാസന്മാരാകുന്ന നിങ്ങൾ ഒന്നിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവയാൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് ഒന്ന് രണ്ട് പ്രിയപ്പെട്ടവർ ആശംസയായി അറിയിക്കുവാനായിട്ടുണ്ട്. അവരെ ക്ഷണിക്കുന്നു. ദുബായിൽ നിന്ന് കടന്നു വന്ന പാസ്റ്റർ ജോർജ് വർഗീസ്, IPC വടശ്ശേരിക്കര സന്നദ്ധ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ കെ മോഹൻ എന്നീ കർത്തദാസന്മാർ മുൻപിട്ട് കടന്നു വന്നു. ചുരുക്കം വാക്കുകളിൽ ആശംസ അറിയിക്കും. അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് കുഞ്ഞുങ്ങൾ ചെറുപ്രായമായ സമയത്ത് ഈ ദേവദാസൻ ദുബൈയിൽ കടന്നു വന്നു. നീണ്ട വർഷങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു ഭവനം പോലെ ആയിരിക്കാനും അനേക വിഷയങ്ങളോട് പ്രാർത്ഥിപ്പാനൊക്കെ കർത്താവ് സാവകാശം നൽകിയിട്ടുന്നു. എനിക്ക് നന്നായി അറിയാം. പ്രിയ ദേവദാസൻ്റെയും ദേവദാസിയുടെയും പ്രാർത്ഥനയുടെ ഫലമാണ് തലമുറകളുടെ അനുഗ്രഹങ്ങൾ കാണുവാൻ കർത്താവ് ഇടയാക്കി തന്നത്. സ്തോത്രം. ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി തന്നു. പ്രിയ ഋതുവിനെ സംബന്ധിച്ച വാക്കിനെ പറയട്ടെ, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യുവജനങ്ങളുടെ നടുവിൽ കർത്താവിനെ ഉയർത്തുവാൻ കർത്താവ് പൈതലിന് ഭാഗ്യം കൊടുത്തു. UK യിലായിരിക്കുമ്പോഴും കർത്താവിന് അധികമായി പ്രയോജനപ്പെടുവാൻ കർത്താവ് പൈതലിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, റിനുവിൻ്റെ ഇളയ സഹോദരൻ റിനു വർഗീസ് ഞങ്ങളുടെ ദൈവസഭയിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു ദൈവ പൈതലാണ്. അങ്ങനെ ഈ കുടുംബം വളരെ അനുഗ്രഹത്തോടെ കർത്താവിന്റെ നാമത്തിൽ നിൽക്കുന്നുവെന്ന് സന്തോഷത്തോടെ അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ പ്രിയ പൈതൽ ജാൻസി അനുഗ്രഹിക്കപ്പെട്ട പൈതലായി കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുന്നു എന്ന് വിവരം അറിയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. ഈ വാത്സല്യ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും കുടുംബത്തെ അനുഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ട് ദുബൈയിലുള്ള ഞങ്ങളുടെ ദൈവസഭയുടെ ദൈവദാസന്മാരുടെയും കൗൺസിൽ മെമ്പേഴ്സിൻ്റെയും പ്രത്യേകിച്ച് ദുബൈ ചർച്ചിൻ്റെയും എൻ്റെയും എൻ്റെ കുടുംബത്തെയും ആശംസകൾ അറിയിച്ചുകൊണ്ടൊരു വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് സഹായിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഉഭയസമ്മതത്താൽ വിവാഹിതരായിത്തീർന്ന പ്രിയ റിജുവിനും ജാൻസിയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ കുടുംബങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രത്യേകിച്ച് രാജാന്റെ കുടുംബം IPC വടശ്ശേരിക്കര സെന്ററിന് വളരെ അഭിമാനമായ കുടുംബമാണ്. കുഞ്ഞുങ്ങൾ രണ്ടുപേരും സൺഡേ സ്കൂളിലും PYPക്കുകയും മാതൃകാപരമായ ജീവിതം നയിക്കുകയും അവരുടെ താരതകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെലവിടുകയും ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇരുവരുമുള്ള കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. രൂത്തിനെ നോക്കി പട്ടണവാസികൾ പറഞ്ഞതുപോലെ സ്തോത്രം, റാഹേലിനെ പോലെ ലേയെ പോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവം ഉണ്ടാകട്ടെ ജാൻസിക്ക്. അതുപോലെ റിച്ചു സ്തോത്രം ബോബസിനെ പോലെ ശക്തനായ പ്രസിദ്ധനായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് IPC വടശ്ശേരിക്കര സെന്ററിലെ എല്ലാ കർത്തദാസന്മാരുടെയും ലോകസഭയുടെയും എല്ലാ